തൃശൂർ പെരുമ്പിലാവിലെ അക്ഷയന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി പിടിയിൽ. അക്ഷയുടെ അടുത്ത സുഹൃത്ത് ലിഷോയാണ് പിടിയിലായത്. വീടിന് സമീപത്ത് ഒളിച്ചിരിക്കുകയായിരുന്ന ലിഷോയെ പോലീസ് സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. റീൽസ് എടുത്തതിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിലാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി. കേസിൽ ഇതുവരെ ആകെ 4 പേർ കസ്റ്റഡിയിലായി. ഇന്നലെ രാത്രി 8:30-ഓടെയാണ് ലിഷോയ് അക്ഷയനെ വെട്ടിക്കൊന്നത്. ലിഷോയുടെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം. കൃത്യത്തിന് ശേഷം ഇയാൾ സ്വന്തം വീട്ടിനരികിലുള്ള കുളത്തിനടുത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ കണ്ടു. കൂടുതൽ പോലീസ് എത്തി പിടികൂടാൻ ശ്രമിക്കവേ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പോലീസ് പിന്നാലെ ഓടി വളഞ്ഞിട്ട് പിടിച്ച് പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ഇന്നലെ രാത്രി 8:30-ഓടെയായിരുന്നു കൊലപാതകം. അടുത്ത സുഹൃത്തുക്കളായിരുന്ന അക്ഷയ് മുഖ്യപ്രതി ലിഷോയുടെ വീട്ടിൽ പതിവായി എത്തിയിരുന്നു. അതുകൊണ്ട് ഇന്നലെ രാത്രി ഇയാൾ എത്തിയപ്പോഴും അയൽക്കാർക്ക് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. രാത്രി ഭാര്യയോടൊപ്പമാണ് അക്ഷയ് എത്തിയത്. ലിഷോയും മറ്റു പ്രതികളുമായി അക്ഷയ് തർക്കത്തിലേർപ്പെടുകയും വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു. തുടർന്ന് പ്രതികൾ സംഘം ചേർന്ന് അക്ഷയനെ ആക്രമിക്കുകയായിരുന്നു. ഭാര്യയുടെ കൺമുന്നിൽ വെച്ചാണ് പ്രതികൾ അക്ഷയനെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കൃത്യം നടത്തിയ ശേഷം ഇവർ വേഗത്തിൽ രക്ഷപ്പെട്ടു. നാട്ടുകാർ അക്ഷയനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ഉൾപ്പെട്ട ബാദുഷ, നിഖിൽ, ആകാശ് എന്നീ പ്രതികളെ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. അക്ഷയനെ ഉൾപ്പെടുത്താതെ സുഹൃത്തുക്കൾ റീൽസ് ചിത്രീകരിച്ചതിനെ ചൊല്ലിയാണ് തർക്കം ഉണ്ടായതെന്നും വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു എന്നുമാണ് പ്രതികൾ പോലീസ് നൽകിയ മൊഴി. മദ്യലഹരിയിൽ ആയുധങ്ങളുമായി എത്തി അക്ഷയ് തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. എന്നാൽ ഇത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ലഹരി ഇടപാടുകൾ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളാണ് ഇവരെല്ലാവരും. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലുള്ള കൊല്ലപ്പെട്ട അക്ഷയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൊല്ലപ്പെട്ട അക്ഷയും സുഹൃത്തുക്കളായ പ്രതികളും നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എങ്കിലും സംഭവത്തിന്റെ ഗൗരവം പോലീസ് ഒട്ടും കുറച്ചു കാണുന്നില്ല. വിപുലമായ അന്വേഷണം നടത്തുമെന്നും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.